ഹായ് ഫ്രണ്ട്സ്, ലജിസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അപ്പോൾ ഇന്ന് അടുത്തൊരു ട്രിപ്പ് പോകണുണ്ട്. അപ്പോൾ കുറേ നാളായി ഇപ്പോൾ നമ്മൾ പോയിട്ട് സച്ചിൻ്റെ വെക്കേഷൻ ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഗോവയിലൊക്കെ ആയിരുന്നു, അനിയൻ്റെ അനിയത്തിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. മംഗലാപുരമാണ് നമ്മൾ പോണത്. അപ്പോൾ ചേട്ടൻ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ പോയിട്ടുണ്ട്. ഒരെണ്ണം ഇന്നലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ എവിടെ ഇരുന്ന തമിഴ്നാട് അല്ലേ, കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ രാവിലെ ഇപ്പോൾ വന്നു. അപ്പോൾ അത് ഇറക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇറക്കാൻ വേണ്ടി പോയിരുന്നതാണ്. അത് ഇറക്കിയിട്ട് അടുത്തത് കയറ്റിയിടുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എടുത്ത് കുറച്ച് പണിയൊക്കെ കൂട്ടി നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോണേ കേട്ടോ. അപ്പോൾ ഇൻട്രോ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ ബസ്സിനാണ് പോണേ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ തോമ്പടിയിലെത്തിയിട്ടാണ്. ഇനി ഇവിടെ നിന്ന് എറണാകുളം വണ്ടി കയറണം. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണേണ് ബസ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ വല്ലാർകുടം എത്തിയിട്ടാ. വല്ലാർകുടത്തെത്തി നമ്മൾ അങ്ങനെ GDKലിൻ്റെ മുമ്പിലെത്തിയിട്ടാ. അപ്പോൾ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്. അപ്പം അങ്ങനെ നമ്മ കറക്റ്റ് ടൈമിങ്ങിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മ വല്ലാർകുടത്തെത്തി. അപ്പോൾ സച്ചിട്ടൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണേ കേട്ടോ. ചേട്ടൻ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് കണ്ടെയ്നർ കയറ്റാൻ വേണ്ടി നിൽക്കണേണ്. അപ്പോൾ പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണേണ്. അപ്പോൾ വരുമോന്ന് നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പം അങ്ങനെ പപ്പനെ കാത്തിരിക്കുന്ന സച്ചിക്കുട്ടൻ. അപ്പം അങ്ങനെ നമ്മൾ കാത്തുകൊണ്ടിരിക്കുകയാവുന്നു. ബൈ തോമസ് വരുന്നില്ല, വെയിറ്റിങ്ങിലാണ് നമ്മൾ. അപ്പോൾ ഫ്രണ്ട്സ്, വെട്ടമുണ്ടാകിയല്ല, ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ സച്ചിക്കുട്ടൻ ഇപ്പം ഭയങ്കര വിശപ്പായി തുടങ്ങി. അപ്പോൾ വണ്ടി കയറിയിട്ട് തിന്നാന്ന് പറഞ്ഞ് സമ്മതിക്കാത്ത കുരുത്തൻ കേട്ടോ സച്ചിക്കുട്ടൻ. ചിരിച്ചോണ്ടിരിക്കണ കേട്ടാ. പപ്പ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കണേണ്. നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടിക്ക് വണ്ടി കയറി പോയാലോ, പപ്പനെ പറ്റിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പപ്പ വന്നിട്ടുണ്ട്. വെയിറ്റിംഗ് കുറേ നേരത്തെ വെയിറ്റിംഗ് കാത്തിരിപ്പിന് ശേഷം ഇവിടെ പപ്പ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി കയറട്ടെ. ഫ്രണ്ട്സ്, വന്നപ്പോൾ തന്നെ തിന്നണ കാര്യം ഉണ്ടാ ചോദിക്കണത്. അപ്പോൾ പകര വല്ലാർകുടത്ത് വണ്ടിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. അതിപ്പോൾ ഞാനെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ അപ്പം പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിട്ടാ. ഒരാൾക്ക് വന്നപ്പോൾ തന്നെ അപ്പം കൊടുക്കാൻ വേണ്ടി പോണേണേ. വിശന്നിട്ട് പാടില്ല. അപ്പം തന്നെയാണ് ഒരാളവിടെ സെറ്റായി ഇരിപ്പായിട്ടാ. നമുക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ നമ്മൾ അപ്പം കഴിച്ചു കഴിഞ്ഞിട്ടാ. പിന്നെ അതേ യോഗട്ട് മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്ക് യോഗട്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പീച്ചിൻ്റെയും മാംഗോയുടെയൊക്കെ യോഗട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിക്കാനായിട്ട് എടുക്കണേ. കറവലായിരിക്കും അല്ലേ. രണ്ടും കൂടി ഇടി യുദ്ധം. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ മാഹിയിലെത്തിയിട്ടാ. അപ്പോൾ അതേ അവിടെ നിന്ന് ഡീസലടിക്കാൻ വേണ്ടി കയറ്റിയേക്കണ വണ്ടിയെ. ഡീസലടിക്കൊണ്ട് നമ്മൾ വേറൊരിടത്ത് നിർത്തിയില്ല കേട്ടോ. നേരെ ഇപ്പം ഇവിടെയാണ് നിർത്തി ഡീസലടിക്കണത്. അപ്പം ഇനി ചേട്ടൻ വന്നിട്ട് പോകാം. അപ്പം ഫ്രണ്ട്സ്, നമ്മ അങ്ങനെ നൈറ്റ് ഫുള്ള് ഓടിച്ചതേ മോർണിംഗിൽ മംഗലാപുരത്ത് എത്തിയിട്ടാ. അപ്പോൾ ഒരിടത്ത് നിർത്താതെ നമ്മൾ മംഗലാപുരത്ത് കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട്. കമ്പനി എത്താറായിട്ടാ. ഇച്ചിരി ദൂരം കൂടെ ഉള്ളു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ കമ്പനിയിലെത്തിയിട്ടാ. തോമസ് അങ്ങനെ വളക്കണേന്ന് നമ്മ പ്ലേവുഡ് കമ്പനിയിലെത്തി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ കമ്പനിയിലെത്തിയിട്ടാണ്. അപ്പം ഞാൻ വണ്ടിയിലെ പുതിയൊരു സംഭവം കാണിച്ചു തരാൻ മറന്നുപോയി. നമ്മുടെ ക്യാമറ
ഇപ്പോൾ കുറച്ചാളായിട്ട് ഇത് പിടിപ്പിച്ചിട്ട്. അതിനൊരു കാരണമുണ്ട് ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ആ വിശേഷം ഞാൻ പറയാവേ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലുള്ള എല്ലാ കാഴ്ചകളും ഇത് റെക്കോർഡായിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ വേറൊരു പ്രയാസം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും ഈ വണ്ടി ക്യാമറ റെക്കോർഡ് ചെയ്തോളും. അപ്പം നമുക്ക് നോ പ്രോബ്ലം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കയറ്റിയിട്ടാണ്. അപ്പോൾ ആ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തത്. പിന്നെ നേരത്തെ ഈ കമ്പനിയിൽ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്, അപ്പോൾ അതെടുത്തതാണ്. പിന്നെ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു വണ്ടി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ അപ്പുറത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അതൊക്കെ ഒന്നും എടുത്തില്ല കേട്ടോ ആ വീഡിയോ. പിന്നെ ചേട്ടൻ പിന്നെ ഉറക്കുമായിരുന്നു, പോകുന്ന സമയം വരെ ഉറക്കുമായിരുന്നു. പിന്നെ അധികം സമയം എടുത്തില്ല, വേഗം തന്നെ ഉച്ചയോടെ തന്നെ കഴിഞ്ഞു. നമ്മൾ വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, കമ്പനിയിൽ നിന്ന് പോകുന്നിട്ടാ. അപ്പം ഞാൻ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പം നമ്മൾ ഉപ്പളയിലെത്തിയിട്ടാ. അപ്പോൾ ഇവിടെ സാധാരണ ഒരു ബർഗറൊക്കെ മേടിച്ച് കഴിക്കണതാണ്. ഈ പ്രാവശ്യം ഒരാൾ ചോദിച്ചതുമാണ്, പക്ഷെ നമുക്ക് കടക്കാൻ പറ്റിയല്ല. വണ്ടിയോട് ഒതുക്കാനൊന്നും സ്ഥലമില്ല, നേരത്തെ പോലെ അല്ല. അപ്പം അതുകൊണ്ട് ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കണോണ്ടേ നമുക്ക് വണ്ടി ഒതുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ നേരെ വെച്ച് പോണേണേ. നമ്മ പോണ നല്ല അടിപൊളി കാഴ്ച ഉണ്ട്. മൂന്നാറിലെ മറ്റേ കുന്ന് ഇറങ്ങണ പോലെ ഉണ്ട് ഇപ്പൊ. വട്ടവടയില ശരിക്കാട്ട് വളവ് കുന്ന്. നമ്മുടെ റൈഡർ കൂട്ടൻ ബൈജു മുതലാളി കൊണ്ടുണ്ട് പോവുകയാകുന്നു. ചിന്ത നോക്കി കാഴ്ച. വലിയ കട കുന്നിന്റെ കൊണ്ടില്ലാത്ത വീടൊക്കെ. വണ്ടിയാണെങ്കിൽ ഇങ്ങനെ തുരുതുരാ തന്നെ. ശരിയാണ്, കറക്റ്റ് വട്ടവടന്ന് പോണ പോലെ തന്നെ. കാടും രണ്ട് സൈഡിലും കാടും, ഒടുക്കത്തെ ഇറക്കവും ഒടുക്കത്തെ വളം. അടുത്ത പാലം നമ്മൾ ഇറങ്ങുകയാകുന്നു. പാലല്ല, കുന്ന്. മല ഇറങ്ങി. മല നമ്മൾ കയറാറില്ല, പക്ഷെ പഴയ എപ്പോഴും ഇറങ്ങും. എന്തായാലും നീ ഉറങ്ങിയത് കൊണ്ടാണ് അറിയാഞ്ഞത് അല്ലേ? ഇങ്ങോട്ട് കിടന്ന് ഉറങ്ങിയത് കൊണ്ടാണ് അറിയാഞ്ഞത്. നമ്മ കേറാറുണ്ട്, ഇറങ്ങാറില്ലത്. ഇറങ്ങാറുണ്ട്, കേറാറില്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നേരമായിട്ട് ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കണേണ്ട. കണ്ണൂർ കഴിയണില്ല, അതിന് മാത്രം ബ്ലോക്കാണ്. 2-3 ആക്സിഡൻറ്റും കണ്ട്. പിന്നെ ഇങ്ങനെ ബ്ലോക്കാണ്. പതുക്കെ പോകണം. ഭയങ്കര ലാഗാണ്. ഹായ്, ഒരാൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടിരിക്കണായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്ത് വെക്കണേണ്ട. അപ്പം അങ്ങനെ നമ്മൾ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കണേണ്. പുതിയ മാഹി ബൈപ്പാസിലായിട്ട് നമ്മൾ കയറാൻ പോണേണ് കേട്ടോ ഗൈസ്. സച്ചുട്ടൻ ഇവിടെ ഇങ്ങനെ ഇരിപ്പിട്ട് ചിരിച്ചിട്ട്, അപ്പൻ ഇവിടെ ചിരിച്ചിട്ട് വണ്ടി ഓടിക്കുന്നിട്ട്. അപ്പം അങ്ങനെ നമ്മ പുതിയ ബൈപ്പാസിലടിക്ക് ആയിട്ടില്ലേ. അങ്ങനെ മക്കളെ, നമ്മ മാഹി ബൈപ്പാസിൽ കയറിയട്ടാ. അടിപൊളി റോഡാണ്. ഇനി ഒന്നും നോക്കണ്ട. കുറേ നേരത്തെ ബ്ലോക്കിനോട് ഒടുവിൽ നമ്മ നല്ല സുഖമായിട്ട് പോകാൻ പോയിക്കൊണ്ടിരിക്കണേ അല്ലേ. നൈറ്റായി. എത്ര മണിക്കൂറെന്ന് പറയുമ്പോൾ ബ്ലോക്കിൽ പെട്ടിട്ട് എൻ്റെ പൊന്നു, അന്നേരം സമ്മതിക്കണം അല്ലേ.
ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ കണ്ടെയ്നറൊക്കെ ഇറക്കി ചേട്ടതെ വണ്ടി പാർക്ക് ചെയ്യണേണ് കേട്ടോ. അപ്പോൾ പാർക്കിങ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണേണ്. ഇനി നമുക്ക് വീട്ടിലോട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത പണിയുണ്ട്. അപ്പോൾ രാവിലെ വന്നിട്ട് ഇറക്കാൻ വേണ്ടിയാണ്, രാവിലെ വന്നിട്ട് കയറ്റാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ഭയങ്കര ചെളിയും ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചെളി ഇതായിട്ടിരിക്കണേണ്. അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകണമായിരിക്കും പണി. പോണില്ലേ, പോട്ടെ വണ്ടി പോട്ടെ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.